ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. എണ്ണ ചൂടായി പെരുംജീരകം, അതായത് വലിയ ജീരകം പൊട്ടി വരുമ്പോഴേക്കും സവാള, കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. ഉള്ളി പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ വേഗം ഉള്ളി വാടി വരും. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോഴേക്കും നമ്മൾ അരി കഴുകി ഇട്ട് അല്പം നെയ്യും ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കാം. നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 15 മിനിറ്റ് അടച്ച് വെക്കുക. ആ ചൂടിലിരുന്നത് വെന്തോളും. അത്രയും നേരം ഇട്ട് തിളപ്പിക്കേണ്ട. ഉള്ളി വാടി വരുന്നതിലേക്ക് അല്പം ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, എരിക്കായിട്ട് നമ്മൾ അല്പം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മെയിനായിട്ട് അല്പം കുരുമുളക് പൊടി, ഒരു ശകലം മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു പച്ചമണമൊക്കെ പോയി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നന്നായിട്ട് ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അപ്പം ഒരു കൈ കൊണ്ട് ഇളക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നന്നായി ഇളക്കി കൊടുത്തേച്ച് വരാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും, ഒരു ഫ്ലേവറൊക്കെ കിട്ടും. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. ഇന്ന് കുട്ടീസിൻ്റെ ലഞ്ച് ബോക്സിൽ ഈ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കൊടുത്തു വിടുന്നത്. റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 2 പീസ് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കനോ മുട്ടയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പോകും. അല്പം ഗ്രേവി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും അല്പം റൈസ് ഇട്ട് കൊടുക്കാം. 2 പേർക്കും അത് തന്നെയാണ് കൊടുത്തു വിടുന്നത്. പിന്നെ അല്പം നാരങ്ങയും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. നാരങ്ങ അച്ചാർ കൊടുത്തു വിടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയറും ചെയ്തേക്കണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.